വളരെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ സംവിധായകൻ ശങ്കറിൻ്റെ ഒരു വാളി പടം, അതായത് ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം കണ്ടത്. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് മൊത്തം ഗുണ്ട് ക്യാരക്ടേഴ്സ് ആണെങ്കിലും അതിൽ ഏറ്റവും വലിയ ഗുണ്ട് ക്യാരക്ടർ ചെയ്തത് നമ്മുടെ സ്വന്തം ജയറാമേട്ടനാണ്. ഇന്നത്തെ സിനിമ ആശകളായിരത്തിനെ കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ശങ്കർ സാറിനോട് ഈ ഒരു സിനിമ ഒന്ന് തിയേറ്ററിൽ പോയി കാണണം. എന്നിട്ട് നിങ്ങൾ ഈ ജയറാമേട്ടൻ എന്ന് ഫോണിൽ വിളിച്ചിട്ട് ഒരു സോറി അങ്ങേരോട് പറയണം. ഇതുപോലത്തെ പണികൾ ദയവ് ചെയ്ത് ഇനി മലയാള നടന്മാർക്ക് കൊടുക്കരുത്. പൊന്നാണ്, റിക്വസ്റ്റാണ്. വെൽക്കം ബാക്ക് ടു ജോട്ടെ സ്പീക്ക്. യാതൊരു ഓവർ ദ ടോപ്പ് പരിപാടികളും ഇല്ലാത്ത വളരെ സാധാരണമായിട്ടുള്ള ഒരു കുടുംബചിത്രം. എന്നാൽ ഈ ഒരു മേഖലയിൽ ഇപ്പോഴും ഞാൻ തന്നെയാണ് മാസ്റ്റർ എന്ന് ജയറാമേട്ടൻ അടിവരയിടുന്ന ഒരു കുടുംബചിത്രം. അതാണ് ആശകൾ ആയിരം. സംവിധായകൻ ജി പ്രജിത്ത്. അപ്പോൾ ഇന്ന് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90s കിഡ്സ് മിസ് ചെയ്യുന്ന ഒരു ജയറാമേട്ടനുണ്ട്. അന്ധകാലത്ത് അനിയൻ ബാവ ചേട്ടൻ ബാവ, കഥാനായകൻ, മേലെപ്പറമ്പിലാണ് വീട്, ഈ സിനിമകളൊക്കെ കൊണ്ട് മലയാളികളെ എൻ്റർടൈൻ ചെയ്ത, മലയാളികളുടെ സ്വന്തം വീട്ടിലെ ഒരു മെമ്പറിനെ പോലെ ആയ ജയറാമേട്ടൻ, അദ്ദേഹത്തിനെ മിസ് ചെയ്തിരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടേ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ മനസ്സിന് സന്തോഷിക്കാൻ വേണ്ടുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, അവർ തമ്മിലുണ്ടാകുന്ന സിറ്റുവേഷൻസ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ എൻഗേജിങ് ആയിട്ട് പോകുന്ന ഒരു സ്ക്രീൻ പ്ലേ, അതിനെയൊക്കെ നല്ല രീതിയിൽ ഒരു കെട്ടുറപ്പുള്ള ഒരു സിനിമയാക്കി മാറ്റിയിട്ടുള്ള ഒരു സംവിധായകൻ്റെ കൈയടക്കം, ഇത്രയും കാര്യങ്ങളാണ് ഈ സിനിമയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ജയറാമേട്ട നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. കാരണം ഈ സിനിമയ്ക്കകത്ത് സ്പോയിലറാണ്, എന്നാലും ഞാൻ പറയുവാണ്, ഈ സിനിമയ്ക്കകത്ത് വളരെ അവിചാരിതമായിട്ടുള്ളൊരു സിറ്റുവേഷനകത്ത് ഒരു സീൻ അഭിനയിക്കേണ്ടി വരുന്ന ഒരു സാധാരണക്കാരൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനകത്ത് അങ്ങേര് പെർഫോം ചെയ്തിരിക്കുന്ന രീതി കണ്ടപ്പോൾ എങ്ങനെയാണ് നിങ്ങളിത് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ തോന്നിപ്പോകുന്നൊരു സാധനം. എണീറ്റ് എന്ന് ഞാൻ കൈയടിച്ചൊരു സീനാണ്. അതുപോലെ പല സീൻസും ഉണ്ട്. പിന്നെ അങ്ങേരുടെ സെൽഫ് ട്രോളിൻ്റെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. മറ്റേ ആ സാധനമുണ്ട്. പിന്നെ അങ്ങേരുടെ തന്നെ പഴയ സിനിമയ്ക്കകത്തുള്ള പാട്ടുകളുടെ റീമിക്സ്, മറ്റേ ആ പാട്ടിൻ്റെ ഒരു റീമിക്സ് സാധനം വരുന്നുണ്ട്. പിന്നെ നല്ല റെഫറൻസുകൾ. കാരണം ഒറ്റൊരു കാര്യം കൂടെ ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്, ഇതിൽ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്നുള്ള സിനിമയിലെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സീനിലെ ഡയലോഗ്സ് അതുപോലെ തന്നെ ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത പൊസിഷനും അത് നമുക്ക് തരുന്ന ഇമ്പാക്റ്റും വേറെ ലെവല്. റെഫറൻസുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് ആണ് ഈ സിനിമ. തീർച്ചയായിട്ടും ഞാൻ പറയും, നമ്മളുടെ മറ്റേ അന്ന് ഒരു സാധനം എന്നുള്ള സാധനം പടച്ചു വിട്ടിരുന്നല്ലോ, അവരിത് കണ്ടു പഠിക്കണം. ഇങ്ങനെയാണ് ഒരു സിനിമയിൽ നമ്മൾ റെഫറൻസ് കൊണ്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരുടെ പെർഫോമൻസസ് പറയുകയാണെങ്കിൽ ജയറാമേട്ടൻ്റെ മുമ്പിൽ കുറച്ചൊന്ന് ഫേഡായി നിൽക്കുമെങ്കിലും കാളിദാസിൻ്റെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് വളരെ അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല ഇമോഷണൽ ആയിട്ടുള്ള സീക്വൻസസിലേക്ക് വരുമ്പം ആ ഒരു നാച്ചുറൽ സ്കിൽ എന്നുള്ള സാധനം അദ്ദേഹം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ആശാശരത്തിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ എനിക്ക് വളരെ നന്നായി പെർഫോം ചെയ്തു എന്ന് തോന്നി. ചില സ്ഥലങ്ങളിൽ എനിക്ക് ഭയങ്കര ഡള്ളായി പോയതായിട്ട് ഫീൽ ചെയ്തു. കാരണം പുള്ളിക്കാരുടെ മുഖത്തിന് എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റം ആക്ച്വലി അതൊരു നല്ല സൈൻ അല്ല എന്നാണ് എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നത്. പിന്നെ മറ്റുള്ള ആളുകളുടെ പെർഫോമൻസുകളുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു പേരുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ഷറഫുദ്ദീനാണ്. ഒരു കട്ട വില്ലനായിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ നടൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം. അപ്പോൾ ഇതിൽ കൂടുതൽ ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അത് പിന്നെയും സ്പോയിലേഴ്സായി മാറും. ഐ ഡോണ്ട് വോണ്ട് ദാറ്റ് ഹാപ്പൻ. ഇത് പെട്ടെന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ സിനിമയെക്കുറിച്ച് ഇപ്പം പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടി ആയിട്ട് പറയാം, നമ്മളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഒരു സിനിമയ്ക്ക് പോവുക, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടൊരു സിനിമ കണ്ടിറങ്ങുക, അങ്ങനത്തെ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ തിയേറ്ററിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നത് എങ്കിലും ഇപ്പം ഈ സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്തത്. തിയേറ്ററിൽ തന്നെ പോവുക, എൻജോയ് ചെയ്ത് കാണുക. എന്തായാലും പടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ നെഞ്ചിൽ ഒരു നല്ല തണുപ്പുണ്ടാവും. ആ തണുപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര പൈസ വേണമെങ്കിൽ മുടക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിത്ത് ദാറ്റ് ഐ കൺക്ലൂഡ് ദിസ് എപ്പിസോഡ്. ജയറാമേട്ട, വെൽക്കം ബാക്ക് ടു മലയാളം സിനിമ. നിങ്ങൾക്കുള്ള സ്ഥാനം അത് ഇവിടെ തന്നെ ഉണ്ട് മനുഷ്യ. ബൈ.